അനുഗ്രഹ സാന്നിധ്യം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ പരതക്കാട് വലിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെഹിക്കിൾ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സിന് ഒരു ഫ്രഷേഴ്സിന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വർക്കാട്ടോ. ഈ വർക്ക് തന്നെ നമുക്ക് 2 മിനിറ്റ് ചെയ്യാവും. കുറച്ചുകൂടി ടൈം എടുത്ത് ഒരു വെറൈറ്റി 3D പോലെ ലുക്കിൽ നമുക്ക് ചെയ്യാം. ഒരു 3000 വരെ നമുക്ക് ആ വർക്കിന് പേയ്മെന്റ് ആകും. പക്ഷെ ഇത് വരും അപ്പോൾ ഒന്നും അറിയാത്ത ബേസിക്കുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ വർക്കാണ്. ഈ വർക്ക് ഞാനൊരു 1000 എബോവ് വാങ്ങിക്കണേ. ഒരു പണിയില്ല, ജസ്റ്റ് പറഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ചോടെ തന്നെ ഈ ഫീൽഡിൽ ക്ലിക്കായാലും വീട്ടിലിരുന്ന് ഒരു ഇൻകം ഇവർക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ജോബ് മക്കളെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ജോബിന് പോകാനുള്ളൊരു ഇത് ഉണ്ടാവില്ല, അതൊക്കെ ഭാവിയിൽ മനസ്സിലായിക്കോളും. അപ്പം നമുക്ക് നോക്കാം. ദെൻ നമുക്ക് ആദ്യം പേജ് സെറ്റ് ചെയ്യാം. 1920 എടുത്തും ഹൈറ്റ് 1080. അപ്പോൾ പിന്നെ ക്ലയൻറ്റ് തന്ന വീഡിയോൻ്റെ വോയിസ് നമുക്ക് റെക്കോർഡ് അവർ തരും. അനൗൺസ്മെൻറ്റ് റെക്കോർഡ് ഉണ്ടാവുമല്ലോ, ഒരു ചെയ്ത് നമുക്ക് ഇട്ട് തരും. 1 മിനിറ്റ് 59 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലയൻറ്റ് നിങ്ങൾക്ക് ചെറുത് 10 സെക്കൻഡ് 30 സെക്കൻഡ് ആണെങ്കിൽ 59 അവിടെ 30 സെക്കൻഡ് ആക്കി ഓക്കെ കൊടുക്കുക. അതിൻ്റെത് 1 മിനിറ്റും ഉണ്ട് 59 സെക്കൻഡും ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് അനൗൺസ്മെന്റ് റോഡ് വേണം. ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒരു ട്രീസൊക്കെ ഉള്ളത്. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് അറിയാൻ കാണിച്ചു തരാം. ഫ്രീ പിക്കുന്ന വെക്ടർ നടിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ റോഡ് ബാക്ക്ഗ്രൗണ്ട് നടിച്ചാൽ ഒരുപാട് സംഭവം വരും. ഞാനിപ്പോൾ ഇതാണ് ഡൗൺലോഡ് ആക്കി വെച്ചത് കേട്ടോ. ഡൗൺലോഡ് കൊടുത്താൽ വെക്ടർ ഫയൽ ഡൗൺലോഡ് ആവും കേട്ടോ. അങ്ങനെ ഞാനത് ഇമ്പോർട്ട് ചെയ്യാണ്. Ctrl+I അടിച്ച് ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. വെക്ടർ ഫയൽ തന്നെ ഇമ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇമ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ടൈമിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. സ്കെയിൽ ചെയ്യുക. ഒന്ന് സ്കെയിൽ എടുത്ത് സ്കെയിലാക്കി കൊടുക്കുക. ഓക്കെ, ഇതുണ്ടല്ലേ ക്ലാരിറ്റി കാണില്ലല്ലോ, ഈ സംഭവം ഒന്ന് ഓണാക്കിയിടണേ. ഇതുണ്ടോ 4 കോംബ് ലെയർ. ഓക്കെ, ഈ സംഭവം ഒന്ന് ഓണാക്കിയിട്ടാൽ ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു റിസ്ക്കും ഇല്ല. നമ്മൾ കീ ഫ്രെയിമും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇടങ്ങേറാവണ്ട. അതായത് പല ടെക്നിക്കിൽ ഒരു വർക്ക് നമുക്ക് പല മെത്തേഡിൽ ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാർട്ടേഴ്സിനെ സംബന്ധിച്ചുള്ള സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വർക്കാട്ടോ. അപ്പം മോഷൻ ടൈല് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ മോഷൻ ടൈൽ എന്ന് സെർച്ച് ചെയ്യുക. ആ സംഭവം എടുത്ത് ഡ്രാഗ് ചെയ്ത് സ്ക്രീനിലോട്ട് ഇടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരും. ഇതൊന്ന് കണ്ടൊന്നും ടെൻഷൻ വേണ്ട. ദെൻ ഇതിപ്പോൾ എൻ്റെ കോംബോ 1 മിനിറ്റ് 56 സെക്കൻഡാണ് കേട്ടോ. ഫസ്റ്റ് സംഭവത്തിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ എന്ത് കാട്ടി, ഇവിടെ 15,000 എൻ്റർ ചെയ്തു. ദെൻ കീ ഫ്രെയിം സെറ്റ് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് സംഭവം 15,000 ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ദെൻ എൻഡിൽ കേഴ്സർ കൊണ്ടുപോയി വെച്ചാണ്ട് ഒരു -27,000 കൊടുത്തു, എൻ്റർ ചെയ്തു. ഓക്കെ, നമുക്കിനി മൂവ് ആക്കി കൊടുക്കാം. ഇതുണ്ടോ, ഇത് നമുക്ക് പൊസിഷൻ കൊടുത്ത് ചെയ്തോട്ടോ. എൻഡിലും സ്റ്റാർട്ടിലും എൻഡിലും പൊസിഷൻ കീ ഫ്രെയിം ചെയ്യാൻ ശേഷം മോഷൻ ടൈൽ കൊടുത്തൊന്ന് ടാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഇതാക്കിയിട്ടാൽ സംഭവം സെറ്റായി. ദെൻ നമുക്ക് എനിക്കിത് വെഹിക്കിൾ കൊണ്ടുവരണം. വെഹിക്കിൾ 2 മെത്തേഡിൽ കൊണ്ടുവരാം. ഗ്രീൻ സ്ക്രീൻ വഴി കൊണ്ടുവരാം. അപ്പം നമ്മൾ തന്നെ ഇപ്പം വെക്ടറിൽ ഞാൻ പറഞ്ഞല്ലോ, വെക്ടറിൽ പോയാണ്ട് വെഹിക്കിൾ നടിച്ചാൽ അതിൻ്റെ സംഭവം ഫയൽ കിട്ടും. അത് സെപ്പറേറ്റ് ലെയർ ആയിട്ട് ഉണ്ടാവുമല്ലോ, അത് ടയറിന് റൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഈസി ആയിട്ടുള്ളൊരു വേ ആണ് കാണിക്കണേ. Ctrl+I അടിച്ച് ഞാൻ സേവ് ആക്കിച്ച സംഭവം ഉണ്ട്, യൂട്യൂബിലുണ്ടാവും. ഗ്രീൻ സ്ക്രീൻ വെഹിക്കിൾ അനൗൺസ്മെൻറ്റിന് സംഭവം ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചേ. ഓക്കെ, അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്നു. ഞാൻ ഗ്രീൻ സ്ക്രീൻ മൂവ് ആക്കാം. ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ പോവുക, കീയിങ്ങിൽ ഈ സംഭവം ഉണ്ടല്ലോ, കീയിങ്ങിൽ അതെടുത്തിട്ട് ഈ പെൻസിൽ എടുക്കുക, ഐ ഡ്രോപ്പർ എടുക്കുക. ദെൻ ഗ്രീനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഗ്രീന് റിമൂവ് ആവും കേട്ടോ. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആക്കി വെക്കാം. ഇനി എന്ത് ചെയ്യാം? ഇതുണ്ടോ കുത്ബിയത്ത് സംഭവം. നമ്മളെ മാറ്റർ ഇതൊന്നല്ല, മാറ്റർ നമുക്ക് പറട്ടി തരും. നമ്മൾ ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കും ഒരു ഫ്ലെക്സ്. ഇനി Ctrl+I അടിച്ച് ഇവിടെ മാറ്റർ ഉണ്ട് കേട്ടോ, എനിക്ക് കിട്ടിയ മാറ്ററാണിത്. ഇങ്ങനെ കൊടുക്കും, ഇതിൻ്റെ മേലോട്ടിടാം. ഇനി നമുക്കിതിൻ്റെ മേലെ സെറ്റ് ചെയ്തിടാം. സ്കെയിൽ ചെയ്താണ്ട്
ഒന്ന് കറക്റ്റാക്കി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ വെരി ഈസിയാണ്. കാരണം ഈ വർക്ക് പല രീതിയിലും ചെയ്യാം. ഇത് പറഞ്ഞാൽ ഒരു ബേസിക് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ വേ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു ഹാഫ് അവർ കൊണ്ട് ചെയ്ത് 1000 എബോവ് പേയ്മെൻറ്റ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ ഒരു ട്യൂട്ടോറിയൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് പറ്റി. കാരണം ഞാൻ കുറേ തപ്പി നോക്കി. ഇപ്പോൾ ആഫ്റ്റർ എഫക്റ്റിൽ നല്ലൊരു മലയാളത്തിലൊരു സംഭവം ഇല്ല. ഈ വെഹിക്കിൾ ഇതിൻ്റെ ഇതുണ്ടല്ലോ, നല്ല കറക്റ്റ് നീറ്റാക്കി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ വർക്ക് ഞാൻ കൊടുത്തതാട്ടോ. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ട്യൂട്ടോറിയലിന് വേണ്ടി ചെയ്യാണ്. അങ്ങനെ അത് സെറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സാധാരണ ചിലവർക്ക് 30 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെത് 1 മിനിറ്റും ഉണ്ട് 56 സെക്കൻഡും ഉണ്ട് വോയിസ്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഇപ്പോൾ എത്ര വരെയുള്ളൂ ലെയർ സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി അടിച്ചാണ്ട് ആ വണ്ടി ഇതിൻ്റെ കോപ്പി എടുക്കുക. എൻ്റെ വരെ നമുക്ക് വണ്ടി വാങ്ങല്ലോ. അപ്പോൾ ഒരു കോപ്പിയും കൂടി എടുക്കുക, കൺട്രോൾ ഡി, എന്നിട്ടൊന്ന് അങ്ങോട്ടേക്ക് മൂവാക്കി വെക്കുക. അങ്ങനെ അത് കൊടുത്തു. ഇത് നമുക്ക് ഇനി ഒരു ഫ്ലാഗ് കൊടുക്കണം എന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ ഫ്ലാഗൊക്കെ ഞാൻ ഫോട്ടോഷോപ്പിലിട്ട് കട്ട് ചെയ്ത് PNG ആക്കി വെച്ചേ. അങ്ങനെ ഫ്ലാഗ് ഞാൻ ഡ്രാഗ് ചെയ്തു ഇവിടെ കൊടുക്കുന്നു. ഫ്ലാഗ് കൊടുന്നിട്ട് ഇതിൻ്റെ അടി കൊടുക്കുക, ഇവിടെ വെച്ചു. എന്നിട്ട് ട്രാൻസ്ഫോമിൽ പോവുക, ഫ്ലാഗ് ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കുക. കാരണം കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടേക്കല്ല അത് മൂവ് ആവുക. ട്രാൻസ്ഫോം ഇവിടെ ട്രാൻസ്ഫോം അങ്ങനെ ഫ്ലാഗ് സെറ്റ് ചെയ്തു. ഈ ഫ്ലാഗിന് ഒരു ഇത് കൊടുക്കണമല്ലോ, കാറ്റടിക്കുമ്പോൾ ഫ്ലാഗ് ഉണ്ടല്ലോ അനങ്ങണില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും ഈസിയിലുണ്ട് വേവ് ആപ്പ് ഇതെടുത്താണ്ട് ഈ ഫ്ലാഗിലോട്ട് ലെയർ ഉണ്ടല്ലോ മുകളിലുണ്ടല്ലോ, ഫ്ലാഗിൻ്റെ ലെയർ നമുക്ക് ഇതാ ഇപ്പോൾ വേണ്ടിയില്ലേ. അങ്ങനെ അത് സെറ്റ് ചെയ്ത് ദെൻ എനിക്ക് ഒരു പ്ലേസ് ഒരു പോസ്റ്റ് പോലെ അവിടെ വെക്കണം പറഞ്ഞു. പരതക്കാട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോഷോപ്പിൽ ഇട്ടിക്കാണ്ട് ഞാൻ ചെയ്തതാണ് ഇട്ടത്. ഫോട്ടോഷോപ്പിൽ ഇട്ടാണ്ട് ഈ കാല് ഇവിടെ ഒരു മൈക്ക് ഉണ്ട്, അത് കട്ട് ചെയ്താണ്ട് ഞാൻ മേലെ ഒരു ബട്ടൺ വെച്ച് എന്നിട്ട് പരതക്കാട് എന്ന് കൊടുത്ത് അങ്ങനെ PNG ആക്കാണ്ട് അടിയിൽ ഷാഡോ ഒക്കെ കൊടുത്ത് ഞാൻ PNG ആക്കി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അത് ഇമ്പോർട്ട് ചെയ്തു ഇവിടെ വെക്കുക. ഇത് നമുക്ക് ഇവിടെ വെച്ചാൽ വേണ്ട വെച്ചാൽ ഒന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കുക. ഇതുണ്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ ഓഫർ വേണ്ട. അപ്പം നമ്മളിപ്പോൾ ഒരു വർക്കിന് പോവുകയാണെങ്കിൽ ഒരു മോർണിംഗ് ടു ഈവനിങ് വരെ വർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടും എത്രയാണ്, ഒരു 500. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ചുള്ള ഒരു 300 400. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ഓഫറിനുള്ളിൽ 1000 എബോവ് വർക്കിന് പേയ്മെൻറ്റ് വാങ്ങി കിട്ടും. അതും സിമ്പിൾ ബേസിക്കൽക്ക് പെട്ടെന്ന് വർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് ഞാൻ ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതിന് വോയിസ് അവർ തന്ന വോയിസ് ഉണ്ട്. ദെൻ വോയിസ് ആഡ് ചെയ്യാം. അങ്ങനെ വോയിസ് ഏറ്റവും എൻഡിൽ കൊണ്ടുപോയി ആഡ് ചെയ്യാം. ഇതൊരു വെറൈറ്റിക്ക് വേണമെങ്കിൽ കേട്ടോ ഞാൻ എന്താട്ടി ബട്ടർഫ്ലൈൻ്റെ ഒരു സംഭവം കൊടുത്തനെ. കൺട്രോൾ I അടിച്ചു, ഞാൻ എല്ലാം ഡൗൺലോഡ് ആക്കി വെച്ചാൽ ബട്ടർഫ്ലൈ കൊടുത്തു. ഇവിടെ ഒരു ഇന്ത്യക്കൊരു പാട്ട് 2023 ഒക്ടോബർ 23 ഒരുക്കുന്ന പരതയിലേക്ക്
അമരനാമധേയത്തിലുള്ള നഗരിയിലേക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ ഗ്രീൻ സ്ക്രീൻ മൂവ് ആക്കാം കേട്ടോ. എഫക്റ്റിൽ പോവുക, കീങ്ങിൽ പോയിട്ട് ലൈറ്റ് ഐ ഡ്രോപ്പർ എടുക്കുക, ഗ്രീൻ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അത് പോകും. ദെൻ പ്ലേ കൊടുക്കുക. വെറുതെ വേണമെങ്കിൽ ഇട്ടോ, നമുക്ക് മൈൻഡിൽ അപ്പം എന്തൊക്കെയാ വരുന്നോ ഒരു വർക്ക് നമുക്ക് എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം, ഒരു വെറൈറ്റി ആക്കാം എന്ന് തോന്നുന്ന ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. കുഞ്ഞാലൻ മൊല്ലാക്കയുടെ വണ്ടിന്റെ ലയർ ഒന്ന് ചെറുതായി തോട് ഒരുക്കുന്ന പരതക്കാട് കുഞ്ഞാലൻ മൊല്ലാക്കയുടെ അമരനാമധേയത്തിൽ അപ്പൊ ഇത്ര പണിയുള്ളൂ. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. കീങ്ങിൽ പോവാം. ഓരോരുത്തരും ഓരോ രീതിയിലായിട്ട് ചെയ്യാം. ഞാൻ ഇതിലിട്ട് ചെയ്താണ്ട് ഹാൻഡ് ബ്രേക്കിൽ ഇട്ടേക്കാണ്ട് ഞാനൊന്ന് റെഡ്യൂസ് ചെയ്യും, MB കുറക്കും. ദെൻ ബെസ്റ്റ് സെറ്റിങ്സ് ഓക്കെ കൊടുക്കുക. നിങ്ങളൊന്നും ചെയ്യണ്ട. ലോസ്ലെസ്സിൽ എടുക്കുക, AVM മാറ്റി ക്വിക്ക് ടൈം കൊടുക്കുക. ഇത് പല രീതിയിലും എക്സ്പോർട്ട് ചെയ്യട്ടെ. മീഡിയ എൻകോഡർ വഴി ചെയ്യുക. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഞാനിങ്ങനെ ചെയ്യുന്നത് പറഞ്ഞത്. ക്വിക്ക് ടൈം കൊടുത്താണ്ട് ഓക്കെ കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. എന്നിട്ട് ഇവിടെ ഉണ്ടോ എവിടേക്കാണത് സേവ് ചെയ്യേണ്ടത്. ഞാൻ തൽക്കാലം ഡൗൺലോഡ്സ് ഇടാണേ. വെഹിക്കിൾ അനൗൺസ്മെൻറ്റ്, വെഹിക്കിൾ അങ്ങനെ കൊടുത്തു, സേവ് എടുത്തു. റെൻഡർ അത് റെൻഡർ ആവണ്ട കേട്ടോ. പിന്നെ ഈ റെൻഡർ ആയിട്ട് സംഭവം ഡൗൺലോഡ്സിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഹാൻഡ് ബ്രേക്കിൽ ഇട്ടൊന്ന് ഇതാക്കി എടുത്താൽ MB കുറഞ്ഞ് കിട്ടും. നമുക്ക് വാട്സാപ്പിലൊക്കെ സെൻഡ് ഉണ്ട്, ക്വാളിറ്റി കുറയാണ്ട് MB കുറച്ച് എടുക്കട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലോ ആഫ്റ്ററിൽ എന്ത് വീഡിയോസ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ വല്ല എക്സ്പേർട്ടൊന്നുമല്ല, ഞാൻ അക്കൗണ്ട്സ് ഫീൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഇറങ്ങി വരുന്നുള്ളൂ, എന്നാലും അത്യാവശ്യം വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.